എന്താ ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എന്ത് വിശേഷം പ്രകാശ? പിള്ളേർ രണ്ടുപേരും കൊച്ചുമാമനെ കാണണം പറഞ്ഞ് ഒരേ കരച്ചില്. ഉടനെ വന്നേക്കണം. അതിലാർക്കും ക്ഷീണം പറ്റാ ക്യാരക്ടർ പിടിക്കാൻ വിട്ട് ഞാൻ വന്നേക്കാം. ഇപ്പൊ സന്തോഷമായല്ലോ രണ്ടാൾക്കും. ഇനി ഓടിച്ചെന്ന് കൊച്ചുമാമനൊരു ഉമ്മ. ഉമ്മയൊക്കെ പിന്നെ ചേച്ചി ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നേക്കാം. അവിടെ നിക്കന്റെ മോനെ, നിന്നെ ചേച്ചി കൊതിതീരെ ഒന്ന് കാണട്ടെ. അയ്യേ, നീ വല്ലാതങ്ങ് കറുത്തു പോയല്ലോ. ക്ഷീണിക്കുകയും ചെയ്തു. ദേ നോക്കിയേ, നിന്റെ എല്ലാം ഒക്കെ വെളിയിൽ കാണാം. അമ്മ എന്താ നിനക്ക് ശരിക്കും ഭക്ഷണം ഒന്നും തരുന്നില്ലേ? ഈ അമ്മയുടെ ഒരു കാര്യം, എപ്പോ നോക്കിയാലും ഒരു സാമ്പാറും തരും. ചാവണ വരെ ഇനി അത് മാറില്ല. നീ അങ്ങോട്ട് വാ, ചേച്ചി നിനക്ക് ഇറച്ചി മീനും ഒക്കെ വെച്ച് ചോറ് തരാം. അതിനൊക്കെ സമയമുണ്ടല്ലോ ചേച്ചി. അല്ല, ചേച്ചി കാസർഗോഡ് പോയില്ലേ? ഓ, അതൊന്നും പറയണ്ട എന്റെ മോനെ. ആനന്ദേട്ടൻ കാസർഗോഡ് എന്ന് ചാർജ് എടുത്ത് 4 ദിവസം കഴിയണേന് മുമ്പേ ദേ പാറശാലയ്ക്ക് തട്ടി. ഓഹോ, കൊച്ചുകൊള്ള ഒന്നും അറിയാത്ത പോലെ. എന്തിനാടാ നീ നിന്റെ പെങ്ങളെ അളിയനെ ഇങ്ങനിട്ട് കഷ്ടപ്പെടുത്തുന്നേ? ആര്, ഞാനോ? നീ അല്ലെങ്കിൽ നിന്റെ പാർട്ടി. എടാ, ആനന്ദേട്ടനെ ഈ നാട്ടിൽ തന്നെ പോസ്റ്റ് ചെയ്യിക്കടാ. ചേച്ചി, അതൊന്നും ഞാൻ വിചാരിച്ച നടക്കില്ല. ഇപ്പൊ അങ്ങോട്ട് പോയി ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ചേച്ചി ചതിച്ചോ? മിസ്റ്റർ KG പൊതുവാൾജിയുടെ മുന്നോട്ട് നിന്ന് പള്ളി ചേച്ചി കണ്ടില്ലേ? അത് വെപ്പ ആനന്ദേട്ടൻ ഇടിച്ചു തെറിപ്പിച്ചറിയോ? അതൊക്കെ ആനന്ദേട്ടന് പറ്റി മനസ്സിലായി. പൊതുവാൾജിയെ ചെന്ന് കണ്ട് മാപ്പ് പറയാൻ പറ. മാപ്പും കോപ്പും ഒക്കെ കൊറേ പറഞ്ഞു. ഇനിയും ഒരുപാട് പ്രാവശ്യം പറയേണ്ടി വരും. എടാ, നീ ചേച്ചിയെ സഹായിക്കില്ലേ? നടക്കില്ലേ ചേച്ചി? നീ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ലടാ. ഇതാണ് പ്രശ്നം. എന്ത്? കൊച്ചുമാമനും ഉമ്മ മെലിഞ്ഞു പോയി, കറുത്തുപോയി, ഇറച്ചിയും മീനും എന്തെല്ലാം സ്നേഹപ്രകടനങ്ങളായിരുന്നു. അതേടാ, പ്രകടനം തന്നെയാ. കാര്യം കാണാൻ നിന്നെ പോലത്തെ കഴുതകളുടെ കാല് പിടിക്കേണ്ടി വന്നല്ല. എന്നേക്കാ നല്ലൊരു കഴുതി അവിടെ ഉണ്ടല്ലോ. അളിയൻ ചെന്ന് പിടിക്കേ. ദേ, ഇപ്പൊ ഞാൻ ഇതിന് മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ. ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള കൊടിമര ജാഥ മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് കോപ്പറേറ്റീവ് ബാങ്ക്. അവര് ഭരിക്കുമ്പോ ബാങ്കുകൾ അവർ പിടിച്ചടക്കി. ഇനി നമ്മൾ ഭരിക്കുമ്പോ നമ്മൾ പിടിച്ചടക്കും. പോലീസിനെ കാവൽ നിർത്തി നമ്മൾ ആളുകളെ ബാങ്കിൽ നമ്മൾ തിരികെ കയറ്റും. എന്താ പോരെ? അത് ചെയ്തേ പറ്റൂ സാർ. ഷെറോ KG പൊതുവാളിന് ആരെങ്കിലും കളി പഠിപ്പിക്കണം. ഈ 4 കാലിന് ആരെയും നീന്തം പഠിപ്പിക്കണം. അതിന്റെ ആവശ്യമില്ല. അവനാ ഞാൻ ഇടപെട്ട് സ്ഥലം മാറ്റി ആനന്ദൻ. അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാവരും റൗണ്ടായിട്ട് എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് സെക്യൂരിറ്റി തരൂ. ബോംബും തോക്കൊക്കെ ഏത് പോലീസുകാരുടെ കയ്യിലും കാണും. ശരിയാ. ജീവൻ കളഞ്ഞു നിങ്ങൾ നിങ്ങളെ മണ്ഡലം പ്രസിഡന്റിനെ രക്ഷിക്കണം. എല്ലാവരും റൗണ്ടായിട്ട് ചെയ്തിട്ടു, കുഴപ്പമില്ല. ഇനി എല്ലാവരും ഇതുപോലെ മുന്നോട്ട് നീങ്ങാട്ടെ. എന്തു വേണം? എന്നെ രക്ഷിക്കണം. ഇതിനു മുമ്പ് 3 തവണ അങ്ങയുടെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് പാർട്ടി ജയിക്കാൻ പോണെന്ന് അറിഞ്ഞപ്പോ ആ നിമിഷം ഓടി വന്ന് മാപ്പ് പറഞ്ഞു. ജയിച്ചപ്പോ പിന്നെയും വന്ന് പറഞ്ഞു. മന്ത്രിസഭ രൂപീകരിച്ച് അപ്പോഴും വന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്ക് ട്രാൻസ്ഫറാ. അതെ, കേരളത്തിന്റെ വിരുമാറിലൂടെ നീ ഒരു ഗതി കിട്ടാ പേദം പോലെ ഒഴുകുന്നത് എനിക്ക് കാണണം. ഞങ്ങളുടെ പ്രവർത്തകൻ KRPയുടെ അളിയനായതുകൊണ്ട് മാത്രം തന്നെ ഞാൻ വെടിവെച്ചു വന്നില്ല. റാസ്കൽ. കടന്നുപോടും. സാറേ പൊന്നു സാറേ, പറഞ്ഞോട്ട് സാറേ ഞാൻ കാല് പിടിക്കാം. ഓർമ്മയുണ്ടോ, അന്ന് ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോ ഞാൻ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി സ്റ്റേഷനിൽ വന്നു. അന്ന് താൻ എന്നൊരു ചാമ്പി ഗെറ്റ് ഔട്ട് അടിച്ചത് ഓർമ്മയുണ്ടോ? ഇപ്പൊ ഞാൻ എന്നോട് പറയുന്നു ഗെറ്റ് ഔട്ട്. കണ്ണാറ ലോക്കൽ എന്ന് പറയുന്ന ഒരിനം ചീരയാണ് നടേണ്ടത്. നമ്മളെപ്പോഴും മണ്ണിന് ജോലി കൊടുക്കണം. പ്രായമായി വെറുതെ നിൽക്കുന്ന പെണ്ണും കൃഷി ചെയ്യാതെ കിടക്കുന്ന മണ്ണും ദൈവം കണ്ടാൽ അതിനിടയാക്കിയവരെ ശപിക്കും. മനസ്സിലായോ? അച്ഛാ, ചായ. ഈ കുട്ടി ആരാണ് അച്ഛാന്ന് വിളിച്ചത്? രാഘവേട്ടനെ അവനെ വഴിയുള്ളൂ. എന്ന് വെച്ചാ ഈ തൊടിയുടെ ഉടമസ്ഥന്റെ മകൾ. ഈ കുട്ടി എന്ത് ചെയ്യുന്നു? ഈ കുട്ടി പ്രീ ഡിഗ്രിക്ക് തോറ്റു. ഓഹോ, അപ്പൊ വെണ്ടകൃഷിയും ചീരകൃഷി ഈ കുട്ടിക്ക് ചെയ്യാമായിരുന്നല്ലോ. നിക്കട്ടെ, മണ്ണ് പരിശോധന പൂർണ്ണമായിട്ടില്ല. മാമ്പഴമാണോ? അതെ. മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണല്ലേ? ഇത് ചൊങ്കത്തേനി എന്ന് പറയുന്ന ഒരു മാമ്പഴമാണ്. തമിഴ്നാട്ടിലെ ബണ്ടൂരിട്ടിയിൽ ഇത് ധാരാളം ഉണ്ട്. എന്തുകൊണ്ട് ഈ മാമ്പഴം നമുക്ക് ഇവിടെ കൃഷി ചെയ്തുകൂടാ? ഓയ്യോ, 1.5 ഏക്കർ സ്ഥലത്ത് എല്ലാം കൂടി പറ്റുമോ? പറ്റിക്കണം. നല്ല മധുരം. വരൂ, മണ്ണ് പരിശോധന തുടരാം. കണ്ടോ, ഈ തട്ടിലെ മണ്ണിന് അമ്ലത്വം കൂടുതലാണ്. ഇവിടത്തെ തെങ്ങിനപ്പോ കുമ്മായം വേണ്ടി വരും. നൈട്രജൻ കുറവാ, യൂറിയം വേണ്ടി വരും. ക്ഷാര സ്വഭാവം കൂടുതലാണ് ഈ മണ്ണിന്. നൈട്രേറ്റ് രൂപത്തിലുള്ള വളം അത്യന്താപേക്ഷിതമാണ്. ഏതായാലും പുതിയ തെങ്ങിൻ തൈ നട്ടേ പറ്റൂ.
ബാലരാമപുരത്തും കുറ്റ്യാടിയിലും ഞാൻ നോക്കാം. വിത്ത് തേങ്ങ അട്ടത്ത് വെച്ചിട്ടുണ്ടച്ചാ. അത് അട്ടത്ത് തന്നെ കിടന്നോട്ടെ, പുത്തൻ തൈ ഞാൻ കൊണ്ടുവരും, അത് നട്ടാ മതി. ഒരാൾ കാലുതെറ്റി വീണ അതിലെന്തത്ര ചിരിക്കാനുള്ളത്? ഈ ഭൂമി ഒരു പൂന്തോട്ടമാക്കി ഞാൻ കയ്യിൽ തരാം. മണ്ണെറിഞ്ഞാൽ പൊന്നുവിളയും മലയാളക്കരയിൽ നിന്നൊരു പാട്ട് കേട്ടിട്ടില്ലേ? അതുപോലെ തേങ്ങയും മാങ്ങയും വാഴയും വെണ്ടയും ചീരയും വഴുതനയും ചുക്കും കുരുമുളകും ഇഞ്ചിയും പച്ചമുളകും വേപ്പലയും എല്ലാം പൂത്തൊളിഞ്ഞു നിൽക്കുന്ന ഒരു പൂങ്കാവനമാണ് എന്റെ സങ്കല്പത്തിലുള്ളത്. വരട്ടെ. യെസ്, പോലീസ് സ്റ്റേഷൻ. അടി നടക്കുന്നു. എവിടെ? ഓ, മരിച്ചെന്നോ? ശരി. ഇസ്മായിൽ, അപ്പാ ജീപ്പ് എടുക്കാൻ പറ. ജംഗ്ഷനിൽ അടി നടക്കുന്നു, ആരോ മരിച്ചെന്ന്. ഇവിടെ വാ. ആര് തമ്മിലാണ് സംഘടന ഉണ്ടായത്? സാർ, ഞാനൊരു പാർട്ടിയിലും പെട്ട ആളല്ല. താൻ പാർട്ടിയിൽപ്പെട്ട ആളാണോ എന്നല്ല ഞാൻ ചോദിച്ചത്. സംഭവം നടന്നത് ഇവിടെ അല്ലേ? താൻ ദൃക്സാക്ഷിയല്ലേ? RDPയുടെ കുറെ ആൾക്കാർ കാലത്ത് വന്ന് അവരുടെ ഒരു പോസ്റ്റർ കടയിലും കടയുടെ മുമ്പിൽ ഒട്ടിക്കണം എന്ന് പറഞ്ഞു. ഉത്തമൻ എന്ന് പറയുന്ന ഒരു ചോട്ടാ നേതാവും പിന്നെ ഒന്ന് രണ്ട് പേരും. എന്നിട്ട് കടയിൽ രാഷ്ട്രീയം വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവരെന്നെ ഭീഷണിപ്പെടുത്തി. ഞാൻ വഴങ്ങിയില്ല. അരമണിക്കൂർ മുമ്പ് ഉത്തമൻ 10-15 ആൾക്കാരുമായിട്ട് വീണ്ടും ഇവിടെ വന്നു. അപ്പോഴും ഞാൻ സമ്മതിച്ചില്ല. കേട്ടാൽ അറയ്ക്കുന്ന തെറിവിളിയായിരുന്നു സാറേ. പിന്നെ എന്റെ പക്ഷം ചേരാനെന്ന മട്ടിൽ കുറെ INSPക്കാരും അടുത്തുകൂടി. വഴക്ക് പിന്നെ അവരൊന്നിലായി. കടയിലാണെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ ധാരാളം ആളുകളും ഉണ്ടായിരുന്നു. അപ്പോഴാണ് അടി തുടങ്ങിയത്. ഈ മനുഷ്യൻ മരിച്ചെന്ന് കണ്ടപ്പോ രണ്ടു കൂട്ടർ ഓടിക്കളഞ്ഞു. ഈ മരിച്ചയാൾ ആരാണ്? മരിച്ചയാൾ ആരാണ് എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. അയാൾ നമ്മുടെ പാർട്ടിക്കാരനാണ് എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കലാണ്. മരിച്ച ചാത്തൂട്ടുകാരെ എനിക്കറിയാം. അയാൾ ഒരു പാർട്ടിയിലും പെടാത്ത ഒരാളാ. എന്റെ അനന്ത, താനും മണ്ടന്മാരെ പോലെ സംസാരിക്കാൻ തുടങ്ങിയത്. സാറിന്റെ കൂടെ കൂടെ പിന്നെ ഞാൻ എങ്ങനെ ആയത്? അയാൾക്ക് പാർട്ടി വേണ്ട. നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്. അത് പരമാവധി നമ്മൾ മുതലെടുക്കണം. എങ്ങനെ? സാർ, അയാളെ നമ്മുടെ പാർട്ടിക്കാരനായി ചിത്രീകരിച്ചാൽ അയാൾ ആരാ? നമ്മുടെ രക്തസാക്ഷി. INSPക്കാർ മൃഗീയമായി കൊല ചെയ്ത നമ്മുടെ രക്തസാക്ഷി. തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ക്ഷീണം ഈ ഒരൊറ്റ രക്തസാക്ഷിയെ കിട്ടുന്നതോടുകൂടി തീരും. RDPയുടെ ചുവന്ന കൊടി പുറപ്പിച്ചുകൊണ്ടുള്ള ശവയാത്ര ഈ നാടിനെ പ്രകമ്പനം കൊള്ളിക്കും. INSPക്കാരെ നാട്ടുകാർ വേട്ടയാടും. സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി. ഈ കാര്യത്തിൽ താത്വികാചാരനായ എന്നെ താൻ കടത്തി വെട്ടിയിരിക്കുന്നു. ഓക്കെ സാർ, സംസാരിക്കാൻ നേരമില്ല. എത്രയും പെട്ടെന്ന് ആ ഡെഡ് ബോഡി നമുക്ക് സ്വന്തമാക്കണം. ആരെങ്കിലും ഒരു ചുവന്ന കൊടി കൊണ്ടുവരൂ. കൊടി വേണമെങ്കിൽ ആഫീസിൽ പോണം. മണ്ണാൻ കെട്ട തനിക്കൊക്കെ എപ്പോഴും ഒരു കൊടി കൈ കൊണ്ട് നടന്നാലെന്താ? പെട്ടെന്ന് ഇങ്ങനെ ഒരു രക്തസാക്ഷിയെ കിട്ടി അപ്പൊ നമുക്ക് പതിപ്പിച്ചോടെ? ഓക്കെ, പെട്ടെന്ന് ഒരു കൊടി കൊണ്ടുപോവാ. എന്നാ വാ. സംഗതി ആ കുഴപ്പത്തിലേക്ക് നീങ്ങാണ്. കുഴപ്പോ? പിന്നെ സംഘടന ഉണ്ട്. വണ്ടി തിരിച്ചു വിടും. സംഘടനമല്ല, മരിച്ചത് അവരുടെ ആളാണെന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുക. ഈ സമയത്ത് അവർക്ക് ഇങ്ങനെ രക്തസാക്ഷി കിട്ടിയാൽ നമുക്കത് വളരെയേറെ ദോഷം ചെയ്യും. ഈ മരിച്ചവൻ ശരിക്കും ഏത് പാർട്ടിയാ? അവൻ മരിച്ചു കിടക്കുന്നോട് ചോദിക്കാൻ പറ്റില്ല. എന്ത് തന്നെ ആയാലും ഡെഡ് ബോഡി RDPക്ക് വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. മരിച്ച മനുഷ്യൻ INSPക്കാരനാണെന്ന് നമ്മൾ പറയുന്നു. KRP കാറിൽ ഒരു കറുപ്പ് കൊടി വാർത്തെ. അതിന് കൊടി വേണ്ടേ? ഒരു കറുത്ത തുണി ആയാലും മതിയോ? കറുത്ത തുണി ഞാൻ പോക്കറ്റിട്ടുണ്ട് എടുക്കുക. KRP ആലോചിക്കാൻ ഇവിടെ സമയമല്ല. പിടി. ആ, തൽക്കാലം ഏതായാലും മതി. ഇന്നലെ മേടിച്ചതാ. ഒരു അപകട എടുത്തിലാണ് പൈസ എനിക്ക്. KRP ഒന്ന് ഉത്സാഹിക്ക്. എന്റെ പ്രിയ കൂട്ടുകാരൻ ഗോപാലൻ കുട്ടിയാരെ അങ്ങക്ക് ഈ ഗതി വന്നല്ലോ. സോറി, എന്റെ പ്രിയ കൂട്ടുകാരൻ ചാത്തുക്കുട്ടിയാരെ അങ്ങക്ക് ഈ ഗതി വന്നല്ലോ. INSPയുടെ വീരനായക ഞങ്ങൾ ഇരുട്ടിലാഴ്ത്തി അങ്ങ് പോയോ? ഇല്ല സാർ, 20 കൊല്ലക്കാലമായി ഞാൻ ചാത്തുക്കുട്ടിയാർ INSPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഞങ്ങളൊരു പാത്രത്തിൽ നിന്നുണ്ടു, ഒരു പായൽ കിടന്നു, ഒരു കൊരിക്കയിൽ അണിനിരുന്നു. ഇല്ലേ? എന്നോടാ പറഞ്ഞ മാറാൻ? ഞാൻ മണ്ഡലം പ്രസിഡന്റ് KG പൊതുവാളാണ്. വാളും പരിചയം എനിക്കറിയണ്ട. മാറോ. ആഭ്യന്തര വകുപ്പ് ഞങ്ങൾക്ക് തന്നെയാണ്. അതിന് ഉടനെ ഞങ്ങൾക്ക് ഒരു വിലാപയാത്ര നടത്തണം. ഞങ്ങളുടെ ഡെഡ് ബോഡി തൊട്ടുപോര്. ഓടാ, ഇത് ഞങ്ങളുടെ ഡെഡ് ബോഡിയാണ്. ഇത് നിങ്ങളുടെ ആരുടെ അല്ല, മരിച്ച ആളുടെ ഡെഡ് ബോഡിയാണ്. ഇൻസ്പെക്ടർ, ഇതിലും വേദം ഞങ്ങളെ കൊല്ലാന്നല്ലേ? ഒരു INSPക്കാരെ ചോപ്പ് കൊടി നോക്കിച്ച് നോക്കിയിരിക്കണം.
വെടിതൊട്ട ശവങ്ങൾ ഇനിയും വീഴും. വീഴട്ടെ, അഹിംസ ഞങ്ങൾ എന്നെ കൈവിട്ട് കഴിഞ്ഞു. ഞങ്ങളെ തെക്കൂടി തൊട്ട് കൊന്നുകളയില്ലാത്തിനെ ബോഡി ആംബുലൻസ് കെട്ട്. ഇൻസ്പെക്ടർ വിലാപയാത്ര ഞങ്ങൾ ഭരണകക്ഷി അത് മറക്കരുത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നിശ്ചയിച്ചോ ബോഡി ആരുടെയാണ്. പോലീസ് അക്രമം അവസാനിപ്പിക്കുക. പോലീസ് അക്രമം അവസാനിപ്പിക്കുക. പോലീസ് അക്രമം അവസാനിപ്പിക്കുക. ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടുതരിക. ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടുതരിക. സിന്ദാബാദ്.